നമ്മുടെ വീടുകളിലൊക്കെ ഒരു പൂന്തോട്ടം വളർത്താൻ ആഗ്രഹമില്ലാത്തവർ വളരെ കുറവായിരിക്കും. അപ്പോൾ കിട്ടാവുന്ന സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പലതരത്തിലുള്ള പൂക്കളുണ്ടാവുന്ന ചെടികളൊക്കെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരുപാട് ആഗ്രഹത്തോടു കൂടി നമ്മൾ പലതരത്തിലുള്ള പൂക്കളുണ്ടാവുന്ന ചെടികൾ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അതിൽ പൂക്കളൊന്നും ഉണ്ടാവാതെ അത് വാടിപ്പോവുകയാണ് പതിവ്. പലപ്പോഴും ചെടികളിൽ പിന്നീട് അങ്ങോട്ട് മുമ്പുണ്ടായ പോലെ പൂക്കൾ ഉണ്ടാവാറുമില്ല. ഇങ്ങനെയാവുമ്പോൾ പിന്നീട് അങ്ങോട്ട് ചെടികൾ നട്ടുപിടിപ്പിക്കാനുള്ള ആ ഒരു ആഗ്രഹം നമ്മൾക്ക് ഇല്ലാതെയാവുകയും ചെയ്യും. അപ്പോൾ ചെടികളിൽ നല്ലതുപോലെ തിങ്ങി നിറഞ്ഞ് പൂക്കൾ ഉണ്ടാകുവാനും നമ്മൾ വിചാരിച്ച ആ ഒരു റിസൾട്ട് കിട്ടുവാനും നമുക്ക് പലതരത്തിലുള്ള ജൈവവളങ്ങൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ മുന്നേയൊക്കെ പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്തെല്ലാം ജൈവവളങ്ങളാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള കാപ്പിപ്പൊടി വെച്ചിട്ട് ചെടികളിൽ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകുവാൻ വേണ്ടി എങ്ങനെ നമുക്ക് നല്ലൊരു മാജിക്കൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മാജിക്കൽ ഫെർട്ടിലൈസർ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ഒരു 3 ദിവസം പഴക്കമുള്ള നല്ല പുളിച്ച കഞ്ഞിവെള്ളം നമ്മൾ എടുത്തിരിക്കണം. നന്നായി പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം 1 ലിറ്റർ കഞ്ഞിവെള്ളമെങ്കിലും നമ്മൾക്ക് ആവശ്യമായിട്ട് വരും. അതായത് പൂക്കളുടെയും പിന്നെ അതുപോലെ ചെടികളുടെയും അളവനുസരിച്ച് നമുക്കിത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഇതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഈ കാപ്പിപ്പൊടി ചേർത്തിട്ടുള്ള കഞ്ഞിവെള്ള മിശ്രിതം 2 ദിവസം അടച്ച് മാറ്റി വെക്കുക. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ വളം ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റുക. 2 ദിവസം ഇങ്ങനെ മൂടി വെച്ചത് കൊണ്ട് തന്നെ കഞ്ഞിവെള്ളം കുറച്ച് കട്ടിയായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് ഇതൊന്ന് ഡൈല്യൂട്ട് ആക്കേണ്ടതാണ്. അതായത് കഞ്ഞിവെള്ളത്തിൻ്റെ കട്ടിക്കനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് ഇതൊന്ന് ഡൈല്യൂട്ട് ആക്കിയതിന് ശേഷം നല്ലതുപോലെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതെല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതിനു മുന്നേ പല വീഡിയോകളിലും കഞ്ഞിവെള്ളത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കഞ്ഞിവെള്ളം നല്ലൊരു വളമാണ് എല്ലാ ചെടികൾക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ വീടുകളിലെ അടുക്കളയിൽ നിന്നും ഒഴിവാക്കുന്ന കഞ്ഞിവെള്ളം പച്ചക്കറികൾക്ക് ഒഴിക്കുന്നത് കൊണ്ട് തന്നെ പച്ചക്കറികളിൽ നല്ല വിളവ് തരുന്നതാണ്. അതുപോലെ തന്നെയാണ് ചെടികൾക്കും കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് മണ്ണിനെ നല്ല ഫലപുഷ്ടിയുള്ളതാക്കാൻ ഇത് ഒരുപാട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാപ്പിപ്പൊടിയിൽ നൈട്രജനും പൊട്ടാസ്യവും ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ചെടികളിൽ നല്ല രീതിയിൽ ചെടികളിൽ പൂക്കൾ ഉണ്ടാകുവാനും പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ ചെടികൾ തഴച്ചു വളരുവാനും ഈ ഒരു മിശ്രിതം ഒരുപാട് ഉപകാരപ്രദമാണ്. അപ്പോൾ വേനൽക്കാലത്തും ഈ ഒരു രീതിയിൽ ചെടികൾക്ക് ഈ ഒരു വളം കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകുവാനും അവ നല്ലതുപോലെ വളരുവാനും ഒരുപാട് സഹായകമാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾക്കൊക്കെ നമ്മൾ രാസവളങ്ങൾ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. രാസവളങ്ങൾ കൊടുക്കുന്ന ചെടികൾക്ക് കുറച്ച് കഴിഞ്ഞാൽ ചെടികളുടെ വളർച്ച മുരടിച്ചു പോകുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ വീടുകളിലെ അടുക്കളകളിൽ നിന്നും ഒഴിവാക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ചെടികൾക്ക് നല്ല ജൈവവളമായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇറച്ചി കഴുകിയ വെള്ളം, മീൻ കഴുകിയ വെള്ളമൊക്കെ നമുക്ക് ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാം. ഇത്തരത്തിലുള്ള വളങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വേറെ പല ഗുണങ്ങളുമുണ്ട്. നമ്മുടെ മണ്ണിലുള്ള ആ ഒരു ഫലപുഷ്ടി കുറേ കാലം എക്കാലവും നിലനിൽക്കുവാനും ഇത്തരത്തിൽ നമ്മൾ അടുക്കളകളിൽ നിന്നും ഒഴിവാക്കുന്ന വളങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ചെടികളിൽ നല്ലതുപോലെ പൂക്കൾ ഉണ്ടാകുവാൻ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളുമായിട്ട് വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ കൃഷി അറിവുകളും ടിപ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.